ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഫിഷ് മോളിൻ്റെ റെസിപ്പിയാണ്, അല്ലെങ്കിൽ ഫിഷ് സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയാണ്. കേരള സ്റ്റൈലാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും പിന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് നോക്കാം. ഈ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ മീൻ പൊട്ടിപ്പോകുന്നു, മീൻ ഒടിഞ്ഞു പോകുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ മീനൊക്കെ പ്രോപ്പറായിട്ട് അതിൻ്റെ പീസസ് എങ്ങനെ കിട്ടാമെന്ന് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്, 2 വലിയ തക്കാളി, പിന്നെ ഒരു പിടി കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് വെക്കുക. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങൻ്റെ പാൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ സാധനം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പാലും കൂടെ എടുക്കുക. ശേഷം ഞാനൊരു സോസ് പാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതൊന്ന് ചൂടായി വന്നാൽ കുറച്ച് ഉലുവ ആഡ് ചെയ്തിട്ട് അതൊന്ന് മൂത്ത് വന്നാൽ നമ്മൾ എടുത്ത് വെച്ച വെല്ലുള്ളി ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെല്ലുള്ളി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളർ ആവാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കറീൻ്റെ കളർ ആകെ മാറിപ്പോവും. അപ്പോൾ അങ്ങനെ വേണ്ട. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും ഈ സമയത്ത് ചേർക്കരുത്, ഉള്ളി പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ മിക്സ് ഉണ്ടല്ലോ ഉള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറിയെന്ന് കണ്ടാൽ നമ്മൾ എടുത്ത് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ബിരിയാണി മസാലയും പിന്നെ നമ്മൾ എടുത്തു വെച്ച തൈര് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ച തേങ്ങൻ്റെ 2-ാം പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ തേങ്ങൻ്റെ 2-ാം പാലിലാണ് മീനൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത്, വെള്ളത്തിലല്ല. അപ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ടതേ ഇല്ല. അപ്പോൾ അതിന് ശേഷം അതൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയാൽ നമുക്ക് മീനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ആവൂലിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണോ ഉള്ളത്, ചെമ്മീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊരു തിള വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച തേങ്ങൻ്റെ 1-ാം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ ചുറ്റിച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചട്ടി വെച്ചൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ മീനൊന്നും പൊട്ടിപ്പോവാതെയും ഉടങ്ങി പോവാതെയും പ്രോപ്പറായിട്ടുള്ള പീസസ് തന്നെ നമുക്ക് കിട്ടും. ശേഷം ഒരു തിള വന്ന് തുടങ്ങിയാൽ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫിഷ് സ്റ്റ്യൂ അല്ലെങ്കിൽ ഫിഷ് മോളി ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ബീഫിനേക്കാളും ചിക്കനേക്കാളും മട്ടനേക്കാളും ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ ഇഷ്ടം ഈ ഫിഷ് മോളി തന്നെയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല, വെള്ളപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പം, നൂൽപുട്ട്, മടിക്കിപ്പത്തിരി, നേരിയ പത്തിരി, അരിപ്പത്തിരി, അങ്ങനെ എല്ലാ പത്തിരീൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഫിഷ് മോളി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഫിഷ് മോളി ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ ഫിഷിൻ്റെ പീസസൊക്കെ ഒടിഞ്ഞു പോവാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ് മോമലീഷ്യസ്.